Welcome to Karthik's Stories. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 11. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വിജനമായൊരു പ്രദേശത്ത് ഇരുട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന അനേകായിരം മൺചിരാതുകളുടെ നടുവിൽ നാഗരാജാവായ വാസുകിദേവന്റെ വർണ്ണശബളമായ വലിയൊരു കളം വരച്ചു വെച്ചിരിക്കുന്നു. കളത്തിന് നടുവിൽ മരത്തിൽ പണിതീർത്തിരിക്കുന്ന കൊത്തുപണികളുള്ള വലിയൊരു പെട്ടി. ആ കളത്തിന് ചുറ്റുമായി മുനിഞ്ഞു കത്തുന്ന മൺചിരാതുകളുടെ വെളിച്ചത്തിൽ കളത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന നാഗരാജാവിന്റെ രൂപം വല്ലാത്തൊരു ചൈതന്യത്തോടെ മിഴിവാർന്നു നിന്നു. അന്തരീക്ഷത്തിൽ ചൂളം കുത്തി വീശിയടിക്കുന്ന കാറ്റിൽ ചിരാതുകളിലെ തീനാളങ്ങൾ ആടി ഉലയുന്നുണ്ടെങ്കിലും അതിലൊന്നുപോലും അടക്കുവാനുള്ള കരുത്ത് ശക്തിയേറിയ കാറ്റിന് പോലും ഉണ്ടായിരുന്നില്ല. കാറ്റിൽപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന കരിയിലകളും പൊടിപടലങ്ങളും ആ സർപ്പക്കളത്തെ സ്പർശിക്കാതെ അതിന് ചുറ്റിനുമായി പറന്നു. കളത്തിന്റെ ഒരു കോണിൽ ചുവന്ന പട്ടുടുത്തിരിക്കുന്ന ദേവഗംഗ. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയിഴകൾ കാറ്റിൽ പറന്നുലയുന്നു. ആ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. അവളുടെ ചുണ്ടുകളിൽ നിന്നും ഏതോ മന്ത്രത്തിന്റെ ശീലുകൾ ചെറിയൊരു മൂളൽ പോലെ ഉയരുന്നു. ഗംഗയുടെ ചുണ്ടുകളിൽ നിന്നും ഉയരുന്ന മന്ത്രോച്ചാരണം ശക്തി പ്രാപിക്കുന്നതിനൊപ്പം ആ സർപ്പക്കളത്തിന് പുറത്ത് വീശിയടിച്ചു കൊണ്ടിരുന്ന കാറ്റ് ശക്തിയേറിയ ഒരു ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചു. ചിരാതുകൾക്ക് നടുവിലായി കളത്തിനു ചുറ്റും കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കുകളിലെ ദീപനാളങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ജ്വാലയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ചുറ്റിലും കറങ്ങുന്ന ചുഴലിക്കാറ്റിൽ മുകളിലേക്ക് ഉയർന്ന ദീപനാളങ്ങൾ ആടി ഉലഞ്ഞ് ഒരുമിച്ച് ചേർന്ന് കളത്തിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി. അവിടെ ഇരിക്കുന്ന പെട്ടിയുടെ മുകളിലെത്തിയ തീനാളങ്ങൾ അടുത്ത നിമിഷം ഒരാന്തലോടെ താഴേക്ക് പടർന്ന് ആ പെട്ടിയെ പൊതിഞ്ഞു. അക്ഷരലക്ഷം മുരുക്കഴിച്ച മന്ത്രോച്ചാരണത്തിനൊടുവിൽ കണ്ണു തുറന്ന ദേവഗംഗയുടെ മുന്നിൽ തീയിൽ കുളിച്ച ആ പെട്ടി മലർക്കെ തുറന്നു. അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്ന ആ ചുഴലിക്കാറ്റ് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ശക്തിയേറിയ കാറ്റിലും അണയാതെ നിന്നിരുന്ന ചിരാതുകളും ആ പെട്ടിയെ പൊതിഞ്ഞിരുന്ന തീനാമ്പുകളും ഒരുമിച്ചണഞ്ഞു. ചുറ്റിലും കൂരാക്കൂറ്റിരുട്ട് മാത്രം. അതിഭയാനകമായ ഒരു സീൽക്കാരം അവിടെ മുഴങ്ങി. കളത്തിന് നടുവിൽ ആ പെട്ടിയിരുന്നിടത്ത് ഒരു ചെറിയ പ്രകാശം. ക്രമേണ ആ പ്രകാശം ശക്തി പ്രാപിച്ചു. ഇരുട്ടിനെ കീറിമുറിച്ച് തെളിഞ്ഞ ആ പ്രകാശത്തിന് നടുവിൽ 5 തലകളുള്ള ഭീമാകാരമായൊരു നാഗം പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ശിരസിൽ തിളങ്ങുന്നൊരു മാണിക്യം. ഭയാനകമായ സീൽക്കാരങ്ങൾ അവിടെ മെങ്ങും നിറഞ്ഞു. അടുത്ത നിമിഷം കിഴക്കുഭാഗത്തു നിന്നും ശക്തിയേറിയ ചിറകടി ശബ്ദങ്ങൾ കേട്ട് ദേവഗംഗ മുഖമുയർത്തി നോക്കി. ഇരുട്ടിന്റെ മറവിൽ നിന്നും ആ നാഗത്തിന്റെ നേർക്ക് അഗ്നി വമിക്കുന്ന ഒരു അസ്ത്രം ചീറിപ്പാഞ്ഞു വരുന്നു. വല്ലാത്തൊരു നിലവിളിയോടെ ഗംഗ ഉറക്കത്തിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞുണർന്നു. മുറിയിലെ ഇരുട്ടിലേക്ക് കണ്ണു തുറന്ന അവൾ AC-യുടെ തണുപ്പിൽ പോലും വിയർത്ത് കുളിച്ച് ശ്വാസം കിട്ടാത്തവണ്ണം കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ശക്തിയായി കിതച്ചു. മുറിയിലേക്ക് ആരോ ഓടിയെടുക്കുന്ന ശബ്ദം കേട്ടു. ഇരുട്ടിലേക്ക് പകച്ചു നോക്കിയ ഗംഗയുടെ കണ്ണുകളിലേക്ക് മുറിയിൽ തെളിഞ്ഞ ലൈറ്റിന്റെ പ്രകാശം നിറഞ്ഞു. കണ്ണുകൾ ചിമ്മി തുറന്ന അവൾ മുറിയിലെ സ്വിച്ച് ബോർഡിനടുത്ത് ഭയചകിതയായി അവളെയും നോക്കി നിൽക്കുന്ന നിമിഷയാണ് കണ്ടത്. എന്താടി കിടന്ന് നിലവിളിച്ചേ? പകപ്പ് വിട്ടുമാറാത്ത മുഖത്തോടെ അവൾ നിമിഷയെ തുറച്ചു നോക്കി. നീ കിടന്ന് കാറിയത് എന്തിനാണെന്ന്? കട്ടിലിരിക്കുകയായിരുന്ന ഗംഗയുടെ അടുത്തേക്ക് ഓടിയെടുത്തിട്ട് നിമിഷ വീണ്ടും ചോദിച്ചു. ഞാൻ ഒച്ച വെച്ചോ? ആദ്യ രാത്രി കിടന്ന് കാറിപ്പോയി മനുഷ്യനെ പേടിപ്പിച്ചിട്ട് അവളുടെ ചോദ്യം കേട്ടില്ലേ? കൊച്ച വെച്ചോന്ന്? എന്താ അടി ഉണ്ടായത്? ഗംഗയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അവൾ വിയർപ്പ് കിനിയുന്ന ആ മുഖം കൈകൊണ്ട് തുടച്ചു കൊടുത്തു. ഞാനൊരു സ്വപ്നം കണ്ടിടി. അല്പം മുമ്പ് കണ്ട സ്വപ്നത്തിന്റെ മാസ്മരികതയിൽ നിന്ന് മുക്തയാവാതെ അവൾ കിതച്ചു. അതിനാണോ നീ കിടന്ന് ബഹളം മുഴുവൻ ഉണ്ടാക്കിയ? മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അത് ശ്രദ്ധിക്കാതെ അവൾ ടേബിളിലിരിക്കുന്ന ജഗ്ഗിന് നേർക്ക് വിരൽ ചൂണ്ടി. നീ ആ വെള്ളം ഇങ്ങെടുത്തേ. എന്താ ഉണ്ടായേ? ജഗ് കൊടുത്തിട്ട് അവൾ വീണ്ടും ചോദിച്ചു. ഒരു പാമ്പ്. വെള്ളം ഒരിറക്ക കുടിച്ചതിന് ശേഷമാണ് ഗംഗ മറുപടി പറഞ്ഞത്. എവിടെ? ഒറ്റച്ചാട്ടത്തിന് കട്ടിലേക്ക് കയറിയിട്ട് നിമിഷ പേടിച്ച് ചുറ്റിനും നോക്കി. അതേടി, 5 തലകളുള്ള ഒരു നാഗം. എന്തോന്ന് 5 തലകളുള്ള പാമ്പോ? നീ എന്നെ പിച്ചും പേയും പറയുന്നോ? ഞാൻ കണ്ടതാ നിമ്മി. 5 തലകളുള്ള ഒരു നാഗം, അതിന് നേരെ പാഞ്ഞു വരുന്നൊരു അസ്ത്രം. നിനക്കേ വട്ട അവളുടെ ഓരോ സ്വപ്നങ്ങള്. അങ്ങനെ പറഞ്ഞെങ്കിലും അല്പം ഭയത്തോടെ വീണ്ടും ഒന്ന് ചുറ്റിനും നോക്കിയ ശേഷം അവൾ കട്ടിലേക്ക് ഇരുന്നു. നാളെ നാഗപഞ്ചമിയാ, എന്റെ പിറന്നാളും.
ചിലപ്പോ അത് ഓർത്ത് കിടന്നുകൊണ്ടാവും അല്ലേ? ആ, എനിക്കെങ്ങനെ അറിയാം? പണ്ടാരം കയ്യും കാലം വിറച്ചിട്ടോ വയ്യ മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ സ്വപ്നങ്ങള്. ഭയത്തോടെ അവൾ ഗംഗയുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. സോറി ഡി, ആദ്യമായിട്ടാ ഇങ്ങനൊരു സ്വപ്നം കാണുന്നേ. അല്ലാതെ പേടിച്ചുപോയി. ആ, ഇനി വേണം നീ പോയി കിടന്നോ. ഇപ്പൊ ഞാൻ ഓക്കെയാ. ആണോ? ഞഞ്ഞായി ആളെ പേടിപ്പിച്ചിട്ട് അവളിരുന്ന് പറയുന്ന കേട്ടില്ലേ? നീ ഇച്ചിരി അങ്ങ് നീങ്ങി കിടന്നേ. എന്നേ ഞാൻ എവിടെയാ കിടക്കുന്നേ? ചോടാ, നിമിക്കുട്ടി പേടിച്ചോ? മിണ്ടാതെ കിടക്കടി ശവമേ. ലൈറ്റ് ഓഫ് ആക്കാതെ തന്നെ കട്ടിലേക്ക് കിടന്നിട്ട് ഗംഗയുടെ പുതപ്പ് വലിച്ച് തലവഴി മൂടിക്കൊണ്ട് നിമിഷം ഒച്ചയെടുത്തു. പിറ്റേ ദിവസം കാലത്ത് മർഗോവയിലുള്ള സിദ്ധിവിനായക അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വരുന്ന ആരുഷിനെ നിമിഷയും ഗംഗയും കാണുന്നത്. ഇവനെന്താ ഇവിടെ? തല പതുക്കെ ചരിച്ച് ഗംഗ നിമിഷയുടെ ചെവിയിൽ മന്ത്രിച്ചു. ചായ കുടിക്കാൻ വന്നതാവും. എന്ത് ചോദ്യം അടി ഇത്? അമ്പലത്തിൽ വരുന്നത് എന്തിനാ? അതല്ലടി, നമ്മൾ വരുന്ന സമയം നോക്കി തന്നെ ഇവനിവിടെ വന്നത് എന്തിനാ? നമ്മളെ ഫോളോ ചെയ്താവോ? എന്തേലും ആവട്ടെ, വന്നാലേ അവൻ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളും. നീ അവന്റെ അണ്ണാക്കിൽ കോലിട്ട് ഊത്തി കടിപ്പിക്കാതിരുന്നാ മതി. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ ആ പടലിയുടെ കടികൊള്ളാൻ. കെറുവോടെ വെട്ടിത്തിരിഞ്ഞ് ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിന് നേരെ കൈകൾ കൂപ്പി അവൾ നിന്നു. അമ്പലത്തിലേക്ക് വന്ന ആരുഷ് നടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഗംഗയും നിമിഷയും കണ്ട് നേരെ അവരുടെ അടുത്തേക്കാണ് വന്നത്. ഹായ്. അടുത്തേക്ക് എത്തി അവൻ വിഷ ചെയ്തപ്പോ നിമിഷ അവനെ നോക്കി ചിരിച്ചു. കൂട്ടുകാരി ഭയങ്കര പ്രാർത്ഥനയിലാണല്ലോ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന ഗംഗയിലായിരുന്നു അവന്റെ ശ്രദ്ധ. ഇന്ന് അവളുടെ പിറന്നാളാണ്. നിമിഷ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഓ, അത് ശരി. ആരുഷ ഇവിടെ വരാറുണ്ടോ? ഇല്ല, ഞാനും ആദ്യമായിട്ടാ. ഇന്ന് എന്റെയും പിറന്നാളാണേ. വാട്ട്? കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് നിന്നിരുന്ന ഗംഗയിൽ നിന്നുമായിരുന്നു അത്ഭുതം നിറഞ്ഞ ചോദ്യം. നിശബ്ദമായിരുന്ന അമ്പലത്തിനകത്ത് അവളുടെ ശബ്ദം ഉയർന്നത് കേട്ട് അവിടെ നിന്നിരുന്നവർ അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ ദേവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ ഭാവമാറ്റം കണ്ട ആരുഷ അമ്പരന്നു. നീ അത് ചുമ്മാ പറഞ്ഞതല്ലേ ഇന്ന് നിന്റെയും പിറന്നാളാണെന്ന്? അവൻ പറഞ്ഞത് വിശ്വസിക്കാതെ ഗംഗ കണ്ണുകൾ ചൊളിച്ചു. ആണോ? എങ്കിലങ്ങനെ ആയിക്കോട്ടെ, ചുമ്മാ പറഞ്ഞത് പോരെ. ചിരിച്ചും കൊണ്ട് അവളോട് പറഞ്ഞിട്ട് ആരുഷ് മുന്നോട്ട് നടന്ന് പൂജാരിയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ പേരിൽ അർച്ചന നടത്തുവാൻ പറയുന്നത് കേട്ട ഗംഗ എന്തോ ആലോചിച്ചും കൊണ്ട് അവനെയും നോക്കി നിന്നു. ഡി ഡി വിളിച്ചിട്ടും ശ്രദ്ധിക്കാതെ ഗംഗ നിൽക്കുന്നത് കൊണ്ട് നിമിഷം ഒന്നുകൂടി ശബ്ദമുയർത്തി. എന്താ? വിളി കേട്ടെങ്കിലും ഗംഗയുടെ ശ്രദ്ധ ആരുഷിൽ തന്നെയായിരുന്നു. ഡി മോളെ, ഇനി ലിവൻ ആയിരിക്കുമോ? ലവൻ? യവൻ? അവൾ തിരിഞ്ഞ് മുഖം ചൊളിച്ചു. നീ തന്നെയല്ലേ പണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ നിന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം? എന്ത് കാര്യം? നിന്നെ വിവാഹം കഴിക്കുന്നതേ നാഗപഞ്ചമി നാളിൽ ജനിച്ചൊരുത്തനായിരിക്കുന്നു. മറ്റേ ആ കോന്നിനെ പ്രേമിച്ചിരുന്ന സമയത്ത് നീ തന്നെ പറഞ്ഞ കളിയാക്കി ചിരിച്ചതാ ഈ കാര്യം. എന്നിട്ടിപ്പോ എന്തായി? എന്താകാൻ? നീ എന്നതേ പറഞ്ഞോണ്ട് വരുന്നേ? ഡി പൊട്ടിക്കാളി, അന്ന് ആ റിലേഷനെ 7 നിലയിൽ പൊട്ടിയില്ലേ? ഇപ്പൊ ദേ മുത്തച്ഛൻ പറഞ്ഞതുപോലെ നാഗപഞ്ചമി നാളിൽ ജനിച്ച നല്ല ചൊങ്കൻ ചെക്കൻ മുന്നിൽ വന്ന് നിൽക്കുന്നു. നീയൊന്ന് കണ്ണടച്ചാ മതി, അവനെ നമുക്ക് കുപ്പിയിലാക്കാം. പിന്നെ മായാവിയല്ലേ പിടിച്ച് കുപ്പിയിലാക്കാൻ. കാലത്തെ തന്നെ അവളൊരു കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുന്നു. ഒറ്റ തൊഴിവെച്ചെന്നാണ്ടല്ലോ. ആ, അല്ലെങ്കിലും നല്ലത് നായക്ക് ചേരില്ലടി. ഓ, ഞാൻ സഹിച്ചു. നീ വരുന്നുണ്ടോ? ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്ന ഗംഗയെയും പൂജാരിയോട് എന്തോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആരുഷിനെയും ഒന്ന് നോക്കിയതിനു ശേഷം എന്തോ ആലോചിച്ച് ഒന്ന് ചിരിച്ചിട്ട് ഗംഗയുടെ ഒപ്പമെത്താൻ നിമിഷ വേഗത്തിൽ നടന്നു. നമ്മുടെ ശ്രേയക്ക് ഇപ്പൊ എന്നെ പറ്റി? വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്നില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ചിലപ്പോഴൊക്കെ ആളെ കാണാറില്ല. വാട്ട് ഹാപ്പൻഡ്? പതിവ് പോലെ ഒരു ദിവസം വൈകുന്നേരം ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളെ പറ്റി ഞാൻ അനഘയോട് ചോദിച്ചത്. അറിയില്ലാരും, അവൾ ഈടെ വല്ലാതെ മാറിപ്പോയി. ഇപ്പൊ കഥ എഴുത്തൊന്നുമില്ല. എപ്പോ നോക്കിയാലും മുകളിലോട്ട് നോക്കി ചിന്തിച്ചിരിക്കുന്ന കാണാം. ആ നെൽസനുമായിട്ട് അല്പം അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. വാട്ട്? നെൽസനുമായിട്ടോ? എടാസ്, നീയൊക്കെ അല്ലേ പറഞ്ഞത് അവൻ ഗംഗയുമായിട്ട് അടുപ്പത്തിലാണെന്ന്? എന്റെ നോട്ടം കണ്ട് അവൻ ഇളിച്ചു. അതെ, അവൻ ഗംഗയുമായും അടുപ്പത്തിലാണ്. അവൻ അങ്ങനെ വലിയ ഭാവമുള്ള കൂട്ടത്തിലൊന്നും അല്ല വെച്ചാനെ, ആരെ വേണമെങ്കിലും വളച്ചുകൊണ്ട് പോയിക്കൊള്ളും. അത് പറയുമ്പോ മണവാളന്റെ വാക്കുകളിൽ അല്പം അസൂയ കലർന്നതുപോലെ. ഒന്ന് പോടാ. അവൻ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് വിശ്വാസം വന്നില്ല. ഇല്ലേ വേണ്ട, നീ ഹോപ്പിനോട് ചോദിച്ചു നോക്ക്. അതേടാ ആരു, അവന്റെ കാര്യത്തിലെ ഒരു ഹോപ്പുമില്ല. ഹോപ്പും എന്നെ നോക്കി തലയാട്ടി. എടാ, അവൻ കാശുള്ള വീട്ടിലെ വലിയ പുള്ളിയാ. ഇവിടെ അടുത്ത് തന്നെ ഒരു ബംഗ്ലാവുണ്ട്. കമ്പനിയിലെ പല പെമ്പിള്ളേരും അവിടുത്തെ സ്ഥിരം പറ്റുകാരാ മോനെ.
അവന്റെയൊക്കെ വേണ്ടാത്തെടുത്തിട്ട് വരച്ച കോലുകൊണ്ട് എന്റെ തലക്കെട്ടൊന്ന് എറിഞ്ഞെങ്കിലും മതിയായിരുന്നു. അസി നിരാശയോടെ നെടുവീർപ്പിട്ടു. എന്തിനാ കോല് കൊണ്ടെരിയുന്നേ? ദിയ ചോദിച്ചു. കോല് കൊണ്ട് എറിയാനല്ല മോളെ, ചൊറിയാനാ. അവന്റെ കൃമി കടിക്കേ. അനഘയ്ക്ക് അവന്റെ പറച്ചിൽ അത്ര പിടിച്ചില്ല. ചുമ്മാ പറയുകയാരു. നെൽസൺ എല്ലാവരോടും വളരെ അടുത്ത് പെരുമാറുന്ന ഒരാളാ. പക്ഷെ ശ്രേയയുടെ വിചാരം നെൽസൺ അവളോട് എന്തോ അടുപ്പുണ്ടെന്നാ. എങ്കിലും നിനക്കത് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞാൻ പറയാഞ്ഞിട്ടാണോ? സ്വയം മെനഞ്ഞെടുത്ത ഏതോ കഥയുടെ ഉള്ളിലാ അവളിപ്പോ ജീവിക്കുന്നേ. കഴിയുമെങ്കിൽ നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. പിറ്റേ ദിവസം വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോഴാണ് വെയിറ്റിംഗ് ഷെഡിന്റെ അടുത്ത് ആരെയോ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ ശ്രേയ നിൽക്കുന്നത് കണ്ടത്. ഡാ, നിങ്ങൾ വിട്ടോ, ഞാനേ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അസിയും ഹോപ്പും തല കുലുക്കി. ഓക്കെ മാൻ. അവർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ബുള്ളറ്റ് എടുത്ത് ഫ്ളാറ്റിലേക്ക് പോയതിനു ശേഷം ഞാൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റിംഗ് ഷെഡിനടുത്ത് നിൽക്കുന്ന ശ്രേയയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തി. ഹായ് ശ്രേയ. ആ ആരുഷോ? എന്നെ കണ്ടപ്പോ ഒരു സങ്കോചം അവളുടെ മുഖത്ത് മിന്നി പറഞ്ഞു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അത് പിന്നെ ഞാൻ അനഘ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ. അനഘയും തീയും കൂടെ ഇന്ന് നേരത്തെ ഇറങ്ങിയല്ലോ. എന്തോ പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, നീ അറിഞ്ഞില്ലേ? ആണോ? ഞാൻ അറിഞ്ഞില്ല. സാരമില്ല, നീ കേറ്, നമുക്കേ ഫ്ലാറ്റിലേക്ക് പോവാം. വേണ്ട, ഞാൻ ഫ്ലാറ്റിലേക്ക് വന്നോളാം. നിനക്കെന്താ എന്റെ കൂടെ വരാൻ പേടിയാണോ? ഏയ്, എന്താ ഋഷ അങ്ങനെ പറയുന്നേ? പിന്നെന്താ നിനക്കൊരു മടി? മാത്രമല്ല, നീ ഇപ്പൊ പലപ്പോഴും ഫ്ലാറ്റിലേക്ക് വരാറില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. വൈകുന്നേരം എന്തോ എനിക്ക് പലപ്പോഴും ഒരു മടി പോലെയാ. അതാ ഞാൻ വരാത്തെ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പറയുന്നത് കള്ളമാണെന്നും വിളിച്ചറിയിച്ചുകൊണ്ട് അവളുടെ മിഴിയിണകൾ തുടരെ തുടരെ അടഞ്ഞു തുറന്നു. ശരി, എങ്കിലേ ഇപ്പൊ നീ ബൈക്കിലേക്ക് കയറ്. എനിക്കൊന്ന് ടൗൺ വരെ പോണം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഫ്ലാറ്റിലേക്ക് പോകാം. വാ. അല്പം ഒന്നും മടിച്ചെങ്കിലും എന്റെ നോട്ടം കണ്ട് പിന്നീടൊന്നും മിണ്ടാതെ അവൾ ബുള്ളറ്റിന് പുറകിലേക്ക് കയറി. കഴിഞ്ഞ ദിവസം അനഘ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവളോടൊന്ന് സംസാരിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് വണ്ടി ഞാൻ നേരെ സർണാബാറ്റിംഗ് ബീച്ചിലേക്കാണ് വിട്ടത്. ദീദേ നോക്കിയേ, ആ പിടലി എന്താ ശ്രേയോട് ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നേ? പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോ ഗംഗ പറയുന്നത് കേട്ടാണ് നിമിഷ തല ഉയർത്തി നോക്കിയത്. കുറച്ചകലെ വെയിറ്റിംഗ് ഷെഡിനടുത്ത് ശ്രേയയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആരുഷ്. എന്തേലും ആവട്ടെ, അത് നിനക്കെന്താ? എനിക്കെന്ത്? അവൻ അവളോട് കിന്നരിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ നിന്നോടൊന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഗംഗ ചിറി കൊട്ടി. അതിന് അവൻ അവളോട് കിന്നരിക്കുകയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ഒരു കുസൃതി ചിരി ഉണ്ടായിരുന്നു നിമിഷയുടെ ചുണ്ടിൽ. അവന്റെ ആ കള്ള നോട്ടോ നിൽപ്പും കണ്ട് അറിഞ്ഞൂടെ മോളെ? എന്നിട്ട് എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. ഇല്ലെങ്കിൽ കണക്കായിപ്പോയി. ഗംഗ അവളെ നോക്കി കോക്കറി കാട്ടി. ഈ മോളെ നിക്കടി അവിടെ. അവളോട് കെറിവിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്ന ഗംഗയുടെ മുന്നിലേക്ക് ഓടിച്ചെന്ന് നിമിഷ വട്ടം നിന്നു. അതെ, എന്താ മോളുടെ ഉദ്ദേശം? എളിക്ക് കൈകൾ കുത്തി ഗംഗയുടെ മുഖത്തേക്ക് നോക്കി നിമിഷ ചോദിച്ചു. എന്ത്? കുസൃതിയോടെ കള്ളത്തരം പറയുന്ന കുട്ടിയുടെ മുഖഭാവത്തോടെ ഗംഗ കണ്ണുകൾ ചിമ്മിയടച്ചു. ഈ പെണ്ണെ, ബാക്കിയുള്ളവരൊക്കെ വെറും പൊട്ടികളാണെന്ന് വിചാരിക്കല്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഗംഗ അവളെ മുന്നിൽ നിന്നും തള്ളി മാറ്റാൻ ശ്രമിച്ചു. കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു അവനെ കാണുമ്പോൾ ഒരു കള്ള നോട്ടവും കണ്ണു ചിമ്മലും ഒരുമാതിരി മുട്ടയിടാൻ നോക്കുന്ന പെടക്കുഴിയെ പോലെ. ഒന്ന് പോയിടി. ഡീ, ഒന്നിങ്ങ് നോക്കിയേ, എന്റെ മുഖത്തേക്ക് നോക്കാൻ. പോയേ, ഒന്ന് താണ് തന്നോന്ന് വിചാരിച്ച് നീ തലയിൽ കയറിയിരിക്കാൻ നോക്കല്ലേ. ഒന്ന് വണ്ടി കയറി വെച്ചേ. നിമിഷയുടെ നേരെ നോക്കാതെ ഗംഗ ഹെൽമറ്റ് തലയിലേക്ക് വെച്ച് വണ്ടിയിലേക്ക് കയറിയിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ ശ്രേയ ആരുഷിന്റെ ബുള്ളറ്റിന് പുറകിലേക്ക് കയറുന്നതും അവൻ അവളെയും കൊണ്ട് കമ്പനിയുടെ പുറത്തേക്കുള്ള വഴിയിലേക്ക് ബുള്ളറ്റ് തിരിക്കുന്നതും കണ്ട് ഗംഗയുടെ മുഖം ഒന്ന് മുറുകി. സ്റ്റാർട്ട് ചെയ്ത BMW R18 ആക്സിലേറ്ററിൽ അവളുടെ കൈകൾ മുറുകി. ശക്തമായി മുരണ്ടും കൊണ്ട് ആ ബൈക്ക് അവരെയും വഹിച്ചുകൊണ്ട് പുറത്തേക്ക് കുതിച്ചു. പിന്നിലിരുന്ന നിമിഷ ഗംഗയുടെ പുറത്തേക്ക് മുഖം അമർത്തി ചിരിയടക്കി. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. കൂടാതെ കഥയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വാങ്ങാനും ശ്രമിക്കണേ. താങ്ക്